CPI-യിൽ നേതൃമാറ്റം ഉണ്ടാകുമോ എന്ന് ഇന്നറിയാം. ഇന്ന് വൈകിട്ട് ചേരുന്ന ദേശീയ കൗൺസിൽ യോഗം ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. BJP-യെ അകറ്റി നിർത്താൻ കേരളത്തിലടക്കം കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നതിൽ തെറ്റില്ല എന്ന് പാർട്ടി കോൺഗ്രസിന്റെ ചർച്ചയിൽ അഭിപ്രായം ഉയർന്നിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിൽ BJP-യെ തടയാൻ ആവശ്യമെങ്കിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കണമെന്നുമാണ് ചില പ്രതിനിധികളുടെ നിലപാട്. RSPയെയും ഫോർവേഡ് ബ്ലോക്കിനെയും കൂടെ നിർത്തണമെന്നും പ്രതിനിധികൾ ചർച്ചയിൽ ആവശ്യപ്പെട്ടു. ബൽറാം നെടുങ്ങാടി ചണ്ഡീഗഡിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. ബൽറാം, ഏത് തരത്തിലായിരുന്നു ഈ ചർച്ചകളൊക്കെ പുരോഗമിച്ചത്? പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാകുമല്ലോ. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? GK 25-ാം പാർട്ടി കോൺഗ്രസിൽ ഇപ്പോഴും ഈ സംഘടനാ റിപ്പോർട്ടിലും രാഷ്ട്രീയ അവലോകന രേഖയിലുമുള്ള ചർച്ചകൾ തുടരുകയാണ്. അല്പസമയത്തിനകം ആ ചർച്ചകൾ പൂർത്തിയാക്കി പിന്നീട് കമ്മീഷനുകൾ ചേരും. 3 കമ്മീഷനുകളാണ് ചേരാൻ ഇരിക്കുന്നത്. അതേസമയം ഈ ചർച്ചയിൽ രാഷ്ട്രീയ പ്രമേയ ചർച്ചയിലും സംഘടനാ റിപ്പോർട്ടിന്റെ ചർച്ചയിലും കേന്ദ്ര നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ തന്നെ ഉയർന്നിരുന്നു. ഇത് ആത്മവിമർശനം പാർട്ടിയുടെ ഈ ഇത്തരത്തിലുള്ള പാർട്ടി കോൺഗ്രസിന്റെ കടമയാണ് എന്നാണ് നേതാക്കൾ വിശദീകരിക്കുന്നത് എങ്കിൽ പോലും ഈ കഴിഞ്ഞ 3 വർഷത്തിനിടെ എന്ത് നടപടി ദേശീയ തലത്തിൽ കൊണ്ടുവരാൻ കേന്ദ്ര നേതൃത്വത്തിന് കഴിഞ്ഞു എന്നും ഒപ്പം തന്നെ പാർട്ടിയുടെ ദേശീയ പദവി പോലും നഷ്ടപ്പെട്ടത് കേന്ദ്ര നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്നും കനയ്യകുമാറിനെ പോലുള്ള നേതാക്കൾ പാർട്ടി വിടാനുണ്ടായ സാഹചര്യം ഉൾപ്പെടെ എടുത്തു പറഞ്ഞ് കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെടെ മറ്റ് ഘടകങ്ങളും ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതേസമയം ഇന്നലെ ഗ്രൂപ്പ് ചർച്ചയിലാണ് ഇത്തരത്തിൽ, അതായത് കേരളത്തിലും ആവശ്യമെങ്കിൽ അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനപ്പുറമുള്ള സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ആവശ്യമെങ്കിൽ BJP-യെ അധികാരത്തിൽ നിന്നും അകറ്റാൻ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് അടക്കമുള്ള സാഹചര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായം കേരളത്തിന്റെ ഗ്രൂപ്പ് ചർച്ചയിലാണ് ഉയർന്നത്. എന്നാൽ അത് ഈ കേരളത്തിന്റെ തന്നെ മറ്റ് അംഗങ്ങൾ അതിനോട് യോജിച്ചില്ല. തുടർന്ന് അത് പൊതുചർച്ചയിൽ ഉന്നയിച്ചില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേസമയം പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയായെത്തിയ ഒരു നേതാവിന്റെ ഭാഗത്തുനിന്നും അത്തരത്തിൽ അഭിപ്രായം ഉയർന്നു എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാകുന്നത്. ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ ഒരു പാർട്ടി കോൺഗ്രസിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത്. D. രാജ ജനറൽ സെക്രട്ടറിയായി തുടരുമോ അല്ലെങ്കിൽ പ്രായപരിധി കർശനമായി പാലിച്ചുകൊണ്ട് അദ്ദേഹം പദവി ഒഴിയുമോ എന്നുള്ളത് തന്നെയാണ് ചർച്ച. എന്നാൽ ഈ വിഷയത്തിൽ ഇന്ന് വൈകിട്ട് ചേരുന്ന കൗൺസിൽ യോഗത്തിന്റെ തീരുമാനം നിർണായകമായിരിക്കും. ഈ കൗൺസിൽ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശമായിരിക്കും പിന്നീട് ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പിന്നീട് പിന്തുടർന്ന് വരിക. ഇന്ന് അക്കാര്യത്തിൽ പാർട്ടിയിൽ ഒരു സമവായത്തിലേക്ക് എത്തും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. കേരള ഘടകം ഈ പ്രായപരിധി മാനദണ്ഡം കർശനമായി പാലിക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ മറ്റ് ഘടകങ്ങൾ ബീഹാർ, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് അടക്കമുള്ള ഘടകങ്ങൾ രാജയ്ക്ക് ഇളവ് നൽകണമെന്നും നിലവിൽ രാജയെപ്പോലെ ഒരു നേതാവ് നേതൃത്വം നൽകേണ്ടത് അനിവാര്യമാണ് എന്നുമുള്ള നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത്. ഇക്കാര്യത്തിൽ എന്തായാലും ചർച്ചകളിലൂടെയായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അത് ഒറ്റക്കെട്ടായ ഒരു തീരുമാനമായിരിക്കും ജനറൽ സെക്രട്ടറിയുടെ കാര്യത്തിൽ പാർട്ടിയിൽ നിന്നും ഉണ്ടാകുക എന്ന് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് ചേരുന്ന കൗൺസിൽ യോഗത്തിൽ ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു ധാരണയുണ്ടാകും. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ചണ്ഡീഗഡിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. CPI-യുടെ ദേശീയ നേതൃത്വത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇന്നറിയാം. അതിലെ വിവിധ ഏകകണ്ഠേന ഒരു തീരുമാനമായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്നതാണ്. ബൽറാം നെടുങ്ങാടി ചണ്ഡീഗഡിൽ നിന്ന് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.